ശ്രീമംഗലം തറവാട്. അവിടെ ശേഖരവർമ്മയ്ക്ക് രണ്ട് ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണുള്ളത്. പണത്തിൻ്റെയും പെരുമയുടെയും പേരുകേട്ട തറവാട്. ലളിതയാണ് ശേഖരവർമ്മയുടെ ഭാര്യ. അവിടുത്തെ കുളക്കടവിൻ്റെ കൽപ്പടവിലിരിക്കുകയാണ് മീര. അവൾ എന്തോ ആലോചനയിലാണ്. ഭഗവതി! അവൾ പേടിച്ച് തിരിഞ്ഞു നോക്കി. എന്താ അനിയൻ കുഞ്ഞെ, ഞാൻ പേടിച്ചു പോയല്ലോ. നീ ഒരു പൊട്ടിക്കാലം തന്നെ. ആ മത്തങ്ങക്കണ്ണ് ഇങ്ങ് താഴെ ഉരുണ്ട് വീഴും. ഒരു കൊച്ചിങ്ങ ദേഹത്ത് തട്ടിയാനാണോ ഇങ്ങനെ പേടിക്കുന്നത്? അനിയൻ കുഞ്ഞിന് അങ്ങനെയൊക്കെ പറയാം. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടോ കൊച്ചിങ്ങ വീഴുമെന്ന്? അല്ല, കുഞ്ഞ് എന്തിനാ എൻ്റെ പിന്നാലെ നടക്കുന്നേ? എനിക്ക് ഈ മത്തങ്ങക്കണ്ണി അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ നിന്നെയും കൊണ്ടേ പോകും. സാറിന് എന്താ വട്ടുണ്ടോ? കരിയിലും പുകയിലും കിടന്ന് കരിവാളിച്ചിരിക്കുന്ന എന്നെക്കാളും നല്ല സുന്ദരികളായ എത്രയോ പെൺകുട്ടികളെ സാറിന് കിട്ടും. അല്ലെങ്കിൽ തന്നെ എന്നെ ഭാര്യയാക്കാൻ ഈ തറവാട്ടിലെ കൊച്ചമ്മ സമ്മതിക്കൂ? വെറുതെ ഒരു വ്യാമോഹങ്ങളായി നടക്കാം. ഒന്ന് പോയേ. എനിക്ക് മത്തങ്ങ കണ്ണിയെ തന്നെ മതി. എനിക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ അത് നീ ആയിരിക്കും. സിദ്ധാർത്ഥ്, ശേഖരവർമ്മയുടെ രണ്ടാമത്തെ മകൻ. ആള് സിമ്പിൾ ആൻഡ് ഹമ്പിൾ. എല്ലാവരോടും നല്ല പെരുമാറ്റമാണ്. അവന് വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നുമില്ല. എല്ലാവരുമായി ഫ്രണ്ട്ലി ആയിട്ടുള്ള പെരുമാറ്റം. ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളായി നാട്ടിലുണ്ട്. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു ബിസിനസ് നടത്താനാണ് പുള്ളിക്കാരൻ്റെ പ്ലാൻ. സാധാരണക്കാരുടെ വേഷവിധാനം. സമയം കിട്ടുമ്പോൾ എല്ലാം പാടത്തും പറമ്പിലുമായി ചുറ്റിക്കറങ്ങും. ആ വീട്ടിലെ പണിക്കാരുമായി നല്ല സൗഹൃദ ബന്ധത്തിലാണ് സിദ്ധാർത്ഥ്. മീരാ, മീരാ, ദാ വരുന്നു. സാർ അങ്ങോട്ട് മാറിയട്ടെ, ലളിതാമ്മ വിളിക്കുന്നുണ്ട്, എനിക്ക് പോകണം. ആദ്യം എന്നോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് പറ. എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. എൻ്റെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്, അർഹതപ്പെട്ടത് മാത്രമേ നേടാവൂന്ന്. ഇവൾ മീര. ശ്രീമംഗലം തറവാട്ടിൽ ജോലിക്കായി നിന്ന കല്യാണി അമ്മയുടെ ചെറുകുട്ടി. ഇവൾക്ക് അച്ഛനും അമ്മയും ഇല്ല. ചെറുപ്പത്തിൽ കല്യാണി അമ്മയുടെ കൂടെ ഈ വീട്ടിൽ വന്നതാണ്. കല്യാണി അമ്മയുടെ മരണത്തോടെ ആ വീട്ടിലെ ജോലിക്കാരി എന്ന പദവി ഏറ്റെടുത്തു. അവൾ സിദ്ധാർത്ഥിനെ തട്ടിമാറ്റി കിതച്ചുകൊണ്ടോടി. എന്താ ലളിതാമ്മയെ വിളിച്ചേ? ഇതെവിടെ പോയി കിടക്കായിരുന്നു? ഇവിടെ പിടിപ്പത് പണിയുണ്ട്. ഇന്ന് ആദിത്യൻ്റെ പെണ്ണ് വീട്ടിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ട്. വിഭവങ്ങളൊന്നും മോശമാവരുതല്ലോ. ആദിത്യൻ ശ്രീമംഗലത്തെ ആദ്യത്തെ മകനാണ്. അവന് അവിടുത്തെ ഏറ്റവും വലിയ ധനികരായ KPR ഗ്രൂപ്പിൽ രാജവർമ്മയുടെയും ഒരേ ഒരു മകളായ സീതാലക്ഷ്മിയുമായാണ് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. രാജവർമ്മയുടെ പത്നിയും പേരുകേട്ട തറവാട്ടിലെ ഗൗരി ലക്ഷ്മി തമ്പുരാട്ടിയും ലളിതാമ്മയും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അതുവഴിയാണ് ഈ വിവാഹാലോചന വന്നത്. ആദിത്യൻ ഗൗരവക്കാരനാണ്. ആരോടും അധികം സംസാരിക്കില്ല. നല്ലൊരു അഡ്വക്കേറ്റാണ്. സാധാരണക്കാരോട് പുച്ഛവും അറപ്പുമാണ്. വായിൽ സ്വർണവുമായി ജനിച്ചവനാണെന്നുള്ള ഹുങ്കും അവൻ്റെ മുഖത്ത് കൊത്തിവെച്ചിരിക്കുന്നു. ആ, പെട്ടെന്നാവട്ടെ മീര. പിന്നെ മോൾക്ക് കുറച്ച് ജ്യൂസ് കൊണ്ടു കൊടുക്ക്. അവിടെ കൂട്ടുകാരികൾ വന്നിട്ടുണ്ട് മുകളിൽ. ശരി ലളിതാമ്മേ. മീര വേഗം ജ്യൂസുമായി കോണിപ്പടികൾ കയറി. മഹാലക്ഷ്മി കുഞ്ഞേ, ജ്യൂസ്. എത്ര നേരമായി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു. നിനക്ക് വന്നു വലിയ ഡിമാൻഡാണല്ലോ. ഒരു കാര്യം പറയാം, സമയത്ത് ചെയ്യില്ല. ഇവൾ മഹാലക്ഷ്മി, ശേഖരവർമ്മയുടെ മൂന്നാമത്തെ മകൾ. ഇവളും പണത്തിനും പദവിക്കും ഇടയിൽ കണ്ണ് മഞ്ഞളിച്ചു പോയ ഒരു ജന്മം. മഹാലക്ഷ്മി ജ്യൂസ് കുടിച്ചു. എന്നിട്ട് ഗൗരിയുടെ മുഖത്തേക്ക് തുപ്പി. ഛേ, ഇതെന്താണോ ജ്യൂസ്? ഇത് ജ്യൂസല്ല, വേറെ എന്തെങ്കിലും പേര് കണ്ടുപിടിക്കണം. ഡയറ്റിലാണെന്ന് നിനക്കറിയില്ലേ? എന്നിട്ടാണോ ഈ പഞ്ചാര കലക്കിയ വെള്ളം കൊണ്ട് നീ കയറി വന്നത്? ഇനി എൻ്റെ കണ്ണു മുമ്പിൽ കണ്ടുപോകരുത്, നാശം. മഹാലക്ഷ്മിയുടെ കൂട്ടുകാരികൾ ആർത്തു ചിരിച്ചു. അല്ലെങ്കിലും ഇവിടെ പോലുള്ള കുറച്ച് അകറ്റി നിർത്തുന്നതാണ് നല്ലത്. മഹാലക്ഷ്മിയുടെ കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. തുളുമ്പി. അവൾ അവിടെ നിന്ന് ഓടി കോണിപ്പടികൾ ഇറങ്ങി തേങ്ങി തേങ്ങി കരഞ്ഞു. എന്തിനാ എൻ്റെ ദേവി ഈ പാഴ ജന്മത്തെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? നിനക്ക് എന്നെയും കൂടി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തിട്ട് എത്തിക്കരുതോ? ലൈബ്രറിയിൽ പോയി തിരികെ മൂളിപ്പാട്ടും പാടി റൂമിലോട്ട് പോവുകയായിരുന്നു സിദ്ധാർത്ഥ്. മീരയുടെ കരച്ചിൽ കണ്ട് അങ്ങോട്ടേക്ക് ചെന്നു. എന്താ മീര, എന്താ കരയുന്നേ? അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അനിയൻ കുഞ്ഞോ? ഒന്നുമില്ല, കണ്ണിൽ പൊടി. പെട്ടെന്ന് സിദ്ധാർത്ഥ് അവളുടെ വായ പൊത്തി. ഈ പഴഞ്ചൻ ഡയലോഗൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ സമയം കഴിഞ്ഞു. നീ സത്യം പറഞ്ഞോ? അപ്പോഴാണ് കോണിപ്പടികളിറങ്ങി മഹാലക്ഷ്മിയും കൂട്ടരും ചിരിച്ചുല്ലസിച്ച് വരുന്നത് കണ്ടപ്പോൾ തന്നെ സിദ്ധാർത്ഥിന് കാര്യം പിടികിട്ടി. ഇത് ആദ്യത്തെ സംഭവമല്ല. കൂട്ടുകാരികളെ കാണുമ്പോൾ മീരയുടെ മേൽ കുതിര കയറുന്നത്. ഇന്ന് തിരിച്ചൊരടി കൊടുക്കണമെന്ന് സിദ്ധാർത്ഥ് ഉറപ്പിച്ചു. അവർ വരുന്ന വഴി ഒന്നും അറിയാത്തതുപോലെ സിദ്ധാർത്ഥ് നിന്നു. ആദ്യം ഇറങ്ങി വന്ന മഹാലക്ഷ്മി കാണാതെ കാല് കുറുകെ വെച്ചു. ദാ കിടക്കുന്നു ചട്ടിയും കലവും മൂടും തല്ലി. ഒരു വീഴ്ച. ഇത് കണ്ട കൂട്ടുകാരികൾ ആർത്തു ചിരിക്കാൻ തുടങ്ങി.
മഹാലക്ഷ്മി അവരെ ദേഷ്യത്തോടെ നോക്കി, കൂടെ സിദ്ധുവിനെയും. അച്ചുടാ, ചേട്ടൻ്റെ ലച്ചുക്കുട്ടി വീണോ? ഷോ, നീ വന്നത് ചേട്ടൻ കണ്ടില്ല. വാ, എനിക്ക് ചേട്ടൻ പിടിക്കണോ? എന്താ, ചേട്ടൻ്റെ മുഖത്ത് കണ്ണില്ലേ? ഒരു വായനക്കാരൻ വന്നിരിക്കുന്നു, എന്നെ ഒന്ന് പിടിക്ക്. ഓ ദാ ഇപ്പൊ വരാം. ഒരു ഉൾവിളി കേട്ടില്ലേ എൻ്റെ ലച്ചുമോള്? ചേട്ടൻ പോയിട്ട് വന്ന് കൈതരാം. എന്താ, നീ പോടോ കോലമോടോ. സിദ്ധു ഇളിച്ചു കാട്ടി അവിടെ നിന്ന് പോയി. ലച്ചു ചമ്മിയ മുഖത്തോടെ എല്ലാവരെയും നോക്കി പതുക്കെ എഴുന്നേറ്റു. പിറ്റേന്ന് പതിപോലെ അടുക്കളയിലോട്ട് ചെന്നു സിദ്ധു. അവിടെ ജാനുവേട്ടത്തെയും ജോലിക്കായുണ്ട്. ജാനുവേട്ടത്തെ കണ്ട് കുശലം ചോദിക്കുന്നത് പതിവാണ്. അപ്പോഴാണ് ലളിത അങ്ങോട്ട് വന്നത്. എന്താ സിദ്ധു, നീ എത്ര പറഞ്ഞാലും കേൾക്കില്ല? നിനക്കെന്താ അടുക്കള പുറത്തെ കാര്യം? ഈ കച്ചറകളോട് കൂട്ടുകൂടിയാ നീ നമ്മുടെ സ്റ്റാറ്റസ് മറക്കുന്നത്. എൻ്റെ അമ്മേ, ഇവർ മനുഷ്യരാ. നമുക്കുള്ളതുപോലെ ചോരയും നീരുമുള്ള പച്ചയായ മനുഷ്യർ. സ്റ്റാറ്റസിൻ്റെ കൂടെ ഇത്തിരി മനുഷ്യപ്പറ്റി കൂടി കാണിക്കേ. കഷ്ടം, ഇവിടെയുള്ളവർക്ക് മൊത്തം ഭ്രാന്താ. സിദ്ധു, നീ അതിര് കിടക്കുന്നു. ഇവറ്റകളുടെ മുമ്പിൽ വെച്ച് നീ ഇൻസൾട്ട് ചെയ്യുവാണോ എന്നെ? നിന്റെ അച്ഛൻ അങ്ങ് വരട്ടെ. ഓംബ്ര, ഓനങ്ങ് പേടിച്ചു പോയി. ഈ സിദ്ധു വന്നിട്ട് 25 വർഷങ്ങൾ കഴിഞ്ഞു. നിങ്ങളുടെ മൂത്ത മോനെ മര്യാദ പഠിപ്പിച്ചാൽ മതി. അമുൽ ബേബി ഇപ്പം വരും ബെഡ് കോഫിക്ക്. ഞാനൊന്ന് പാടത്തോട്ട് പോട്ടെ. മനുഷ്യരെ കാണണമെങ്കിൽ അങ്ങോട്ട് പോകണം. താൻ തോന്നി ഉറങ്ങിട്ട് കാര്യമല്ല. എൻ്റെ വയറ്റിൽ ഒന്നിങ്ങനെ തലതെറിച്ചവനായിപ്പോയി. നീ എന്ത് നോക്കുവാ ജാനു? കോഫി എടുക്ക്. ആ മീര എവിടെ? മീര കൊച്ച് മുറ്റടിക്കാൻ പോയി. അതും പറഞ്ഞ് ലളിത മൂത്ത മോൻ്റെ അടുത്തോട്ട് പോയി. സിദ്ധു പുറത്തേക്കും. അപ്പോഴാണ് മുറ്റമടിക്കുന്ന മീരയെ സിദ്ധു കണ്ടത്. അവൻ അങ്ങോട്ടേക്ക് ചെന്നു. എന്താണ്, രാവിലെ തന്നെ അടിച്ചു വാരൽ തുടങ്ങിയോ? പിന്നല്ലാതെ, എൻ്റെ ജോലി അനിയ കുഞ്ഞു ചെയ്യോ? ഓക്കെ, ഞാൻ റെഡി. ആ ജോലി ഇങ്ങ് തന്നെ. പറഞ്ഞത് അബദ്ധമായല്ലോ. എൻ്റെ ജോലിയും ഇവിടുത്തെ താമസവും ഇന്ന് തന്നെ അവസാനിക്കും. എന്നെ തെരുവിലേക്ക് ഇറക്കാൻ തുനിങ്ങിറങ്ങിയിരിക്കുകയാണോ? തെരുവിലല്ല, എൻ്റെ കൊട്ടാരത്തിലെ രാജ്ഞിയായി. വരുമോ എൻ്റെ കള്ളച്ചെല്ലമ്മേ? നിന്ന് ചിടങ്ങാതെ പോകുഞ്ഞേ. ദേ, എനിക്ക് ഇതാ പിടിക്കാതെ. എന്നെ സിദ്ധു എന്നോ സിദ്ധു ഏട്ടനെന്നോ വിളിച്ചോണം, കേട്ടല്ലോ? ഞാൻ എന്തിൻ്റെ കുഞ്ഞാ? അത് കേട്ട് അവൾ പൊട്ടിച്ചിരിച്ചു. ഈ മത്തങ്ങക്കുട്ടി, നിന്റെ ചിരി കണ്ടാൽ മതി, ചുറ്റുമുള്ളതൊന്നും കാണൂല. സത്യം. മതി ഈ പൊട്ടിപ്പെണ്ണിനെ സൂചിപ്പിച്ചത്. ആ പാതിരക്കാറ്റ് കൂടി ഇറങ്ങി വരും. പിന്നെ ഞാൻ തട്ടം മൊത്തത്തിലിട്ട് ഇവിടുന്ന് ഓടേണ്ടി വരും. പിന്നാലെ ഇന്നലെ ലച്ചു കുഞ്ഞിനോട് അത്രയ്ക്ക് വേണ്ടായിരുന്നു. കാലിൻ്റെ കോഴ ചെറുതായി തെറ്റി നീര് വെച്ചു. എന്തിനാ കുഞ്ഞേ? അല്ല സിദ്ധു ഏട്ടാ, അങ്ങനെ ചെയ്തത് ഞാൻ കണ്ടായിരുന്നു, കാൽ വെച്ച് തള്ളിയിടുന്നത്. മോശം. ഞാൻ കരുതി കാലൊടിഞ്ഞു. അവൾ എൻ്റെ പെങ്ങളൊക്കെ തന്നെ, പക്ഷേ കുരുപ്പ് ചില്ലറക്കാരിയല്ല. നീ ഇങ്ങനെ കരങ്ങി നടന്നോ. നാളെ നീ സിദ്ധുവിൻ്റെ ഭാര്യയാകാനുള്ളതാ. കുറച്ച് തൻ്റെ ഇടയ്ക്ക് ഉള്ളത് നല്ലതാ. അയ്യോ, വലിയ കുഞ്ഞ് ദാ വരണു, ഞാൻ പോണു. ഇവൾ പോകുന്നത് അവൻ നോക്കി നിന്നു. ചെറുപ്പത്തിലെ മീരയെ സിദ്ധു അവൻ്റെ പ്രണയത്താളിൽ എഴുതി ചേർത്തിരുന്നു, ആരും അറിയാതെ. ഇതാരാ? ബുജികുമാരൻ രാവിലെ ഡ്യൂട്ടിക്ക് പോവായിരിക്കും. ആദിത്യൻ സിദ്ധുവിനെ തുറച്ചു നോക്കി. അല്ലടാ, ചന്തയ്ക്ക് പോവാ. എന്താ, വരുന്നു? ഇതിലും ഭേദം അതായിരുന്നു. എന്താ നീ പെറുപിറുക്കണത്? അല്ല, നാളികേരം വെട്ട ആള് വരുന്നുണ്ടെന്ന് തോന്നുന്നു. നീ കണ്ട പാടത്തും വരുമ്പത്തും തെണ്ടി നടന്നോ? കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് കളയാനുണ്ടായ സന്തതി. അതും പറഞ്ഞ് ആദ്യ കാറിൽ കയറിപ്പോയി. ഒരു സ്റ്റാറ്റസ് രാജകുമാരൻ. അങ്ങനെ ആ ദിനം വന്നെത്തി. ഒരു കളർഫുൾ വിവാഹ മണ്ഡപം. കല്യാണത്തിനായി ഒരു ലക്ഷറി ഹാൾ തന്നെയാണ് ബുക്ക് ചെയ്തത്. AC-യും DJ-യും അലങ്കാരങ്ങളും ആഡംബരങ്ങളും കണ്ട അറിയാം, പണം കുറച്ചൊന്നും അല്ല ചെലവഴിച്ചിരിക്കുന്നത്. ലളിതയും ശേഖരനും ഓടി നടന്ന് അതിഥികളെ സ്വീകരിക്കുന്നുണ്ട്. പെങ്ങൾ തൻ്റെ പൊങ്ങച്ചങ്ങളുമായി വില കൂടിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞ് ഫുൾ ഷോ ഓഫായിരുന്നു. മീരയും ജാനുവും ഹാളിൻ്റെ ഒരു മൂലയ്ക്ക് ജോലിക്കാർക്ക് വേണ്ടി സെറ്റ് ചെയ്തെടുത്ത് ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ മീരയെ തേടുകയായിരുന്നു. ഒടുവിൽ അവൻ മീരയെ കണ്ടെത്തി. കല്യാണം പ്രമാണിച്ച് അവൾക്ക് നല്ലൊരു സാരി സിദ്ധു വാങ്ങിക്കൊടുത്തിരുന്നു. അതിൽ അവളുടെ സൗന്ദര്യത്തെ അവൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. അവൻ കണ്ണുകൊണ്ട് സൂപ്പർ എന്ന് കാണിച്ചു. മീരയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. കതിർ മണ്ഡപത്തിൽ വധുവിനെ കാത്ത് ആദിയിരിക്കുന്നു. പെട്ടെന്നാണ് അവിടുത്തെ കാര്യസ്ഥൻ രാമൻ ശേഖരനോടും ലളിതയോടും എന്തോ പറയുന്നത് സിദ്ധു കണ്ടത്. അവരുടെ മുഖം മാറുന്നതും എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ സിദ്ധു അങ്ങോട്ടേക്ക് ചെന്നു. എന്താ അമ്മ, എന്താ കാര്യം? അച്ഛൻ നന്നായി വിയർക്കുന്നുണ്ടല്ലേ? എന്തെങ്കിലും വയ്യായിക? അതൊന്നുമല്ല, നീ ഇങ്ങ് വന്നേ. അച്ഛൻ അവനെ വിളിച്ചൊരു ഭാഗത്തേക്ക് മാറി നിന്നു. കാര്യം പറഞ്ഞു. സിദ്ധു, ഈ കല്യാണം നടക്കില്ല. പെണ്ണ് ഏതോ അമേരിക്കക്കാരനോടൊപ്പം ഒളിച്ചോടി പോയിന്ന്. അതെങ്ങനെ ശരിയാകും? ഇവൾക്ക് ഇന്നലെ പോവായിരുന്നല്ലോ. അങ്ങനെ വിട്ടാ പറ്റില്ല അച്ഛാ, ഞാൻ ഇപ്പോൾ വരാം.
സിദ്ധുവും അവൻ്റെ അടുത്ത സുഹൃത്തുക്കളും അങ്ങോട്ടേക്ക് പോയി. ഇതേ സമയം ലളിത തൻ്റെ കുടുംബത്തിൻ്റെ മാനം എങ്ങനെ തിരിച്ചു പിടിക്കാം എന്ന ആലോചനയിലായിരുന്നു. പെട്ടെന്ന് ലളിതയുടെ കണ്ണുകൾ മീരയിലേക്ക് പാഞ്ഞു. നിർദ്ധയായ പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കുന്ന ശ്രീമംഗലം തറവാട് എന്ന ഒരു വാർത്ത. അത് മതി തൽക്കാലത്തേക്ക് ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ. ലളിത ശേഖറിനെ വിവരമറിയിച്ചു. എന്നാൽ മകൻ്റെ സമ്മതമാണ് പ്രധാനമെന്നറിയിച്ചു. പിന്നെ മീരയെയും. മോളെ മീര, ഈ ലളിതാമ്മയ്ക്ക് വേണ്ടി മോൾ ഇതിന് സമ്മതിക്കണം. ലളിത കരഞ്ഞ കാലിൽ വീഴാൻ തുടങ്ങുമ്പോൾ മീര തടഞ്ഞു. അയ്യോ അമ്മേ, അരുത്. ഞാൻ വലിയ കുഞ്ഞിനെ ഭർത്താവായി കാണാനുള്ള എന്ത് യോഗ്യതയാ എനിക്കുള്ളത്? ഇവിടുത്തെ ഉപ്പും ചോറുമാണ് എൻ്റെ ജീവൻ തന്നെ. ലളിതാമ്മ പറഞ്ഞ ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? അവൾ ഏങ്ങി കരഞ്ഞു. അവൾ അപ്പോഴും അവിടെയെല്ലാം സിദ്ധുവിനെ തിരയുകയായിരുന്നു. എന്നാൽ അവനെ കണ്ടില്ല. തന്നെ രക്ഷിക്കാൻ അവൻ മാത്രമേ കഴിയൂവെന്ന് അവൾക്കറിയാമായിരുന്നു. എന്നാൽ വിധി മറിച്ചായിരുന്നു. കുടുംബത്തിൻ്റെ മാനക്കേട് തരണം ചെയ്യാൻ അവൾക്ക് ആദിത്യൻ്റെ മുമ്പിൽ തല കുനിക്കേണ്ടി വന്നു. വിവാഹശേഷം എല്ലാവരും പിരിഞ്ഞു. ഇതൊന്നും അറിയാതെ സിദ്ധു പെണ്ണിൻ്റെ വീട്ടിൽ ചെന്ന് കണക്കിന് കൊടുത്തു. തിരികെ എത്തിയതും തൻ്റെ മീര എന്നേക്കുമായി നഷ്ടമായതറിഞ്ഞ് അവൻ്റെ ചങ്ക് തകർന്നു. തൻ്റെ പെണ്ണ് ഇനി എൻ്റെ ഏട്ടത്തിയുടെ സ്ഥാനത്ത് കാണേണ്ടി വരുന്ന അവസ്ഥ ആലോചിക്കാൻ കൂടി കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ കാര്യങ്ങൾ മറിച്ചായിരുന്നു. വീട്ടിലെത്തിയ പാടെ ലളിത തൻ്റെ തനി സ്വഭാവം പുറത്തെടുത്തു. എന്താ കെട്ടിലമ്മയായി വാഴാമെന്നാണോ നീ കരുതുന്നത്? ഈ കരിവിളക്ക് അടുക്കള പുറത്ത് തന്നെ കിടന്നോളണം. നാട്ടുകാരുടെ മുമ്പിൽ വെറും ഒരു നാടകം മാത്രമാണ് ഈ വിവാഹം. പൊയ്ക്കോ, ഇവിടെയുള്ളവർക്ക് ചായ വയ്ക്ക്. എന്താണ് ഇവിടെ നടക്കുന്നതെന്നറിയാതെ മീര പകച്ചു നിന്നു. കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീർ ഒളിപ്പിച്ച് അവൾ അടുക്കളയിലോട്ട് ചെന്നു. കാര്യമറിയാതെ അടുക്കളയിൽ മീരയെ കണ്ട് ജാനുവേട്ടത്തി അവളെ തടഞ്ഞു. എന്താ കുഞ്ഞേ ഈ കാട്ടുന്നത്? ഇപ്പോ നീ വലിയ കുഞ്ഞിൻ്റെ ഭാര്യയാ, എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവൾ പെട്ടെന്ന് ജാനുവേട്ടത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എന്താ കുഞ്ഞേ, എന്തു പറ്റി? ഞാൻ അവരുടെ വെറും കളിപ്പാവയാ. വെറുതെ ഓരോ വ്യാമോഹങ്ങൾ. കുഞ്ഞേ, നീ പറയുന്നത്? അതെ, അവർ ആടാൻ പറയുമ്പോൾ ആടാനും നിൽക്കാൻ പറയുമ്പോൾ നിൽക്കാനുള്ള വെറും പാവ. കുഞ്ഞ് സങ്കടപ്പെടാതിരിക്കെ, ദൈവം എല്ലാം കാണുന്നുണ്ട്. മുകളിലത്തെ മുറിയിൽ നിന്ന് എന്തൊക്കെയോ വലിച്ചെറിയുന്ന ശബ്ദം കേട്ട് ലളിത മുകളിലേക്ക് ചെന്നു. അവിടെ എല്ലാം തച്ചുടച്ച് ഒരു ഭ്രാന്തനെ പോലെ ആദിത്യൻ നിൽക്കുന്നു. എന്താ മോനെ ഇത്? നിനക്ക് എന്താ പറ്റിയത്? ഇനി എനിക്ക് എന്ത് പറ്റാൻ? എൻ്റെ ജീവിതം തൊലച്ചില്ലേ നിങ്ങളുടെ ഒരു അഭിമാനം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? എനിക്ക് യോജിച്ച പെണ്ണാണോ അത്? കരുവണ്ടിനെ പോലെ നിറവും എല്ലിച്ച രൂപവും. ഛേ മോനെ, ഈ അമ്മയുടെ കണക്ക് കൂട്ടലുകൾ ഇതുവരെ തെറ്റിയിട്ടില്ല. എൻ്റെ മോന് മോശം വരുന്നത് ഈ അമ്മ ചെയ്യോ? ഈ കല്യാണം വെറും ഒരു നാടകമാണ്. ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള സൂത്രം. 1 ഇയർ കഴിയുമ്പോൾ ഒരു ഡിവോഴ്സ് പേപ്പർ ശരിയാക്കണം. നീ ഒരു വക്കീലായതിനാൽ അതിനെന്തായാലും ബുദ്ധിമുട്ട് വരില്ല. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എടാ മണ്ട, 1 ഇയർ കഴിഞ്ഞാൽ നമ്മൾ അവളെ ഡിവോഴ്സ് ചെയ്യുന്നു. അതും മ്യൂച്വൽ ഡിവോഴ്സ്. നമ്മുടെ വീട്ടിലെ കാവൽ നായല്ലേ അവൾ സമ്മതിക്കാതിരിക്കില്ല. എന്നാ കുട്ടി പരാധീനങ്ങൾ വരാതെ സൂക്ഷിക്കണം. കുഞ്ഞ് അവളുടെ മുഖത്ത് നോക്കാൻ തന്നെ ഉറപ്പ് തോന്നുന്നു. അപ്പോഴാ. എടാ മോനെ, ഈ കാര്യം നമ്മളല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത്, പ്രത്യേകിച്ച് നിന്റെ അച്ഛനും അനിയനും. അത് പറഞ്ഞപ്പോഴാ സിദ്ധു വന്നോടനെ ഇവിടെ നിന്ന് പോയല്ലോ. അവൻ എവിടെ പോയതാ അമ്മേ? അവൻ ഏതോ കോഴ്സ് പഠിക്കണമെന്ന് പറയുന്നത് കേട്ടു. അതിൻ്റെ വിവരം അറിയാൻ ഏതോ കൂട്ടുകാരൻ്റെ അടുത്ത് പോയതാ. 2 ദിവസം കഴിഞ്ഞ് വരും. ഒരു കണക്കിന് നന്നായി. അന്ന് രാത്രി പതിവ് പോലെ അടുക്കളയിൽ കിടന്നുറങ്ങാൻ പോയ മീരയെ മഹാലക്ഷ്മി കണ്ടു. ചേട്ടൻ എന്തായാലും ഇവളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ വക ഇവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്താലോ? അല്ല, നീ ഇവിടെയാണോ കിടക്കുന്നത്? നിന്റെ കല്യാണം കഴിഞ്ഞത് മറന്നുപോയോ? അവിടെ ചേട്ടൻ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഈ പാൽ ഗ്ലാസ്സായി അങ്ങോട്ട് ചെല്ല്. ചടങ്ങുകൾ ഒന്നും കുറയ്ക്കണ്ട. പെട്ടെന്നാവട്ടെ കേട്ടോ. സത്യമാണോ ലച്ചു കുഞ്ഞെ? സത്യം. ചെന്നില്ലെങ്കിൽ ചേട്ടന് ദേഷ്യമാവേ. അതും പറഞ്ഞ് അവൾ പോയി. എന്തായാലും തന്നെ സ്നേഹിച്ചതും താൻ സ്നേഹിച്ചതും അനിയൻ കുഞ്ഞിനെയാ. എന്നാ എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ വലിയ കുഞ്ഞാ. ഇനി അദ്ദേഹത്തെ മാത്രമേ തൻ്റെ ഭർത്താവായി കാണാൻ പാടുള്ളൂ. അവൾ നിറകണ്ണുകളോടെ തനിക്ക് കിട്ടിയ ജീവിതം മനസ്സിൽ പ്രതിഷ്ഠിച്ച് പാലുമായി റൂമിലെത്തി. അവിടെ ആദിത്യനില്ലായിരുന്നു. പെട്ടെന്ന് ബാത്റൂമിൻ്റെ ഡോർ തുറക്കപ്പെട്ടു. ആദിത്യൻ ഒരു ബാത്ത് ടവൽ എടുത്ത് ഇറങ്ങി വന്നു. മീരയെ കണ്ടതും ദേഷ്യം കൊണ്ട് കണ്ണു ചുമന്നു. അവൻ അവളുടെ കയ്യിലെ പാൽ ഗ്ലാസ് തട്ടിത്തെറിപ്പിച്ചു. നിന്നോട് ആരാ പറഞ്ഞത് എൻ്റെ മുറിയിൽ കയറാൻ? നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് പുഴുത്ത പട്ടിയെ പോലെ അറപ്പ് തോന്നുന്നു. ഇനി മേലാൽ
എൻ്റെ മുമ്പിലോ മുറിയിലോ വന്നാ പിന്നെ നീ ഉണ്ടാവില്ല. എൻ്റെ മുറിയിൽ നിന്ന് പുറത്തു പോകൂ. വലിയ കുഞ്ഞെ, ഞാൻ മഹാലക്ഷ്മി കുഞ്ഞ്. ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്കൊന്നും കേൾക്കണമെന്നില്ല. അവളെ പിടിച്ച് മുറിക്ക് പുറത്തേക്ക് ഒരു തള്ള്. എന്നിട്ട് അവൾക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടച്ചു. മീര പതുക്കെ എണീറ്റു. കരങ്ങി കരങ്ങ് തൻ്റെ അടുക്കള എന്ന ലോകത്തേക്ക് മടങ്ങവേ ഇതെല്ലാം കണ്ടുകൊണ്ട് മഹാലക്ഷ്മി കളിയാക്കി ചിരിക്കുന്നത് കണ്ടു. എന്നിട്ട് മീരയുടെ അരികിൽ ലച്ചു വന്നു. പറഞ്ഞു, ഹാ, എന്തും മനോഹരമായ കാഴ്ച. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ നടന്നു. നിന്റെ മനസ്സിൽ ഞാൻ ചെറിയ ലഡു പൊട്ടിച്ചതല്ലേ? ഇതൊക്കെ ചെറുത്, വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തിനാ കുഞ്ഞെ എന്നോടിങ്ങനെ? അന്ന് പോടി. അവളുടെ ഒരു പൂങ്കണ്ണീര് നാശം. അവൾക്ക് മാത്രമായ അടുക്കള വശത്തെ ഇടുങ്ങിയ ഇരുണ്ട മുറിയിൽ പായിലിരുന്ന് തേങ്ങി തേങ്ങി കരഞ്ഞു. സിദ്ധാർത്ഥിൻ്റെ ഓർമ്മകൾ അവളെ വല്ലാതെ അലട്ടി. പാവനിയും കുഞ്ഞ് എൻ്റെ രൂപത്തെയല്ല പ്രണയിച്ചത്, മറിച്ച് എൻ്റെ മനസ്സറിഞ്ഞവൻ. എനിക്ക് അദ്ദേഹത്തെ ചതിക്കേണ്ടി വന്നല്ലോ ഈശ്വര. ഞാനിനി അനിയൻ കുഞ്ഞിൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കും. ഒട്ടും അർഹിക്കാത്ത താലിയാണല്ലോ ഇത്. എനിക്ക് ഭാരമാകുകയാണോ? ഞാൻ വെറും ഭാരം ചുമക്കുന്ന കഴുതയാണോ? നശിച്ച ജന്മം. പുലരുവോളം ഓരോന്നാലോചിച്ച് അവൾ കിടന്നു. നേരം പുലർന്നു. അവൾ തൻ്റെ ഭാര്യ പദവി മാറ്റിവെച്ച് തൻ്റെ ജോലികളിൽ വ്യാപൃതയായി. കറിവേപ്പില നുള്ളാനായി പറമ്പിലേക്ക് ഇറങ്ങിയപ്പോഴാണ് സിദ്ധാർത്ഥ് വരുന്നത് അവൾ കണ്ടത്. അവൾ മുഖം കൊടുക്കാതെ പിന്നാമ്പുറത്തോടെ ഓടി അകത്ത് കയറി. ഉമ്മറത്ത് തന്നെ അച്ഛൻ ഇരിപ്പുണ്ടായിരുന്നു. നീ വന്നോ മോനെ? എന്തായി പോയ കാര്യം? അത് 1 മാസത്തിനുള്ളിൽ ബാംഗ്ലൂർക്ക് പോകണം. നീ എന്തായാലും ഫ്രഷായി വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ശരി അച്ഛാ. എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരിപ്പിറപ്പിച്ചു. പതിവ് പോലെ ജാനുവും മീരയും വിഭവങ്ങളെല്ലാം നിരത്താൻ തുടങ്ങി. മോളെ മീര, നീയും കൂടി ഇരിക്കൂ. നീ ഇപ്പോൾ ഇവിടുത്തെ മരുമോളല്ലേ? വേണ്ടച്ചാ, ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ലളിത പറഞ്ഞു, വേണ്ട, നീ ഇരുന്നാ വിളമ്പാനാരാ? അത് ശരിയല്ലല്ലോ ലളിതേ, നിങ്ങളൊന്നും മിണ്ടാതിരുന്ന് കഴിക്കേ. ഇതൊന്നും കേട്ടിട്ടും ആദ്യത്തിന് ഒരു കുലുക്കം ഉണ്ടായില്ല. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് സിധു ഇരിപ്പുണ്ട്. അവൻ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായില്ല. മീരയോട് അവർ കാണിക്കുന്ന അവഗണന ആർക്കും മനസ്സിലാകുന്ന തരത്തിലായിരുന്നു. അവൻ വേഗം കഴിച്ചുടനെ എണീറ്റു. എന്നാൽ എല്ലാവരുടെയും അവഗണന മീരയ്ക്ക് പതിവാണെങ്കിലും സിദ്ധു അവളെ ഒഴിവാക്കുന്നത് അവൾക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു. അവളുടെ സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കും സാക്ഷിയായ കുളിക്കടവിൻ്റെ പടിയിലിരുന്ന് ദൂരേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു മുരടനക്കം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. സിദ്ധാർത്ഥ്. അവൾ ചാടി എഴുന്നേറ്റു. അനിയൻ കുഞ്ഞെന്താ ഇവിടെ? എനിക്കറിയണം, നിനക്ക് എന്നോട് സ്നേഹമില്ലായിരുന്നു എന്ന് നിന്റെ നാവിൽ നിന്നറിയണം. പിന്നെ ഈ കല്യാണം നിന്റെ സമ്മതത്തോടെയാണോ നടന്നത് എന്നറിയണം. അനിയൻ കുഞ്ഞെ, എനിക്കെൻ്റെ മനസ്സിൻ്റെ കോണിൽ എവിടെയോ ഒരിഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ ഈ കല്യാണം. ഞങ്ങൾ പാവങ്ങളാ. എനിക്ക് അന്നം തരുന്ന വീട്ടുകാർക്ക് ഒരു സങ്കടാവസ്ഥ വരുമ്പോൾ അവർ എന്നോടൊരു സഹായം ചോദിക്കുമ്പോൾ എങ്ങനാ ഞാൻ? പൂർണ്ണ മനസ്സോടല്ലെങ്കിലും എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇപ്പോൾ ഞാൻ വലിയ കുഞ്ഞിൻ്റെ ഭാര്യയാണ്. കുഞ്ഞെനിക്ക് അനിയനും. ആകെ എനിക്കൊരു സമാധാനം അനിയൻ കുഞ്ഞ് മാത്രമാണ്. എന്നെ വെറുക്കരുത്. അവൾ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. മീര, കരയാതിരിക്കൂ. എനിക്കെന്തായാലും കുറച്ച് സമയം വേണം. എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി എൻ്റെ മനസ്സിനെ നിന്നിലെ ചേട്ടത്തിയെ കുടിയിരുത്തണം. അത് എന്നെ സംബന്ധിച്ച് ഒരിക്കലും കഴിയില്ല. എന്നാലും ശ്രമിക്കാം. അതിന് കഴിയാത്തത് കൊണ്ടാ നിന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. എന്തായാലും നീ വിഷമിക്കാതിരുന്നാ മതി. 1 മാസത്തിനുള്ളിൽ ഞാൻ ബാംഗ്ലൂർക്ക് പോകും. എല്ലാം മറക്കാനൊരു യാത്ര. അതുവരെ എല്ലാവർക്കും ഒരു ശല്യമായി ഞാനുണ്ടാകും. അതും പറഞ്ഞ് അവൻ അവിടെ നിന്നു പോയി. മീര കടവിലേക്ക് നോക്കിയിരുന്നു. അപ്പോഴും അവളുടെ മിഴികൾ ഒഴുകിക്കൊണ്ടിരുന്നു. 2 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ മഹാലക്ഷ്മിയുടെ കൂട്ടുകാരിൽ ചിലർ 5 ദിവസം താമസിക്കാൻ വന്നു. പെൺസുഹൃത്തുക്കൾ 2 പേരും, ആൺ സുഹൃത്തുക്കൾ 3 പേരും. എല്ലാവരും പട്ടണ പരിഷ്കാരികൾ. നാട്ടിൻപുറത്തുള്ള ഭംഗിയും കുടുംബക്ഷേത്രത്തിലെ ഉത്സവം കാണാനായിരുന്നു അവരുടെ വരവ്. വീട്ടിലാകെ ബഹളമയം. ചേട്ടൻ്റെ കല്യാണകാര്യമൊക്കെ മഹാലക്ഷ്മി പറഞ്ഞ് അവർക്കറിയാം. എല്ലാവരും ഒരു ചുറ്റിക്കറങ്ങലൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് മഹാലക്ഷ്മി മീരയെ വിളിക്കുന്നത്. മീര, ആ ഇളനീർ എടുത്തോണ്ട് വരൂ. അവൾ വേഗം ഇളനീരുമായി എത്തി. അവൾ എത്തിയപാടെ ആൺ സുഹൃത്തുക്കൾ അവളെ കുത്തിവലിക്കുന്ന നോട്ടമായിരുന്നു. അവൾക്കത് അസഹനീയമായി തോന്നി. ഇതാണോ നിന്റെ വേലക്കാരി ചേട്ടത്തി? ഇത്തിരി കരിന്തിരിയാണെങ്കിലും ബോഡി നമ്മളെ നാഗവല്ലി ചേച്ചിയുടെ മാതിരിയാണല്ലോ. മോന്തയ്ക്ക് ഒരു ലക്ഷണമൊക്കെ ഉണ്ട്, അതിലൊരുവൻ പറഞ്ഞു. പക്ഷേ നിന്റെ അഡ്വക്കേറ്റ് ചേട്ടന് പറ്റിയ ആളേ അല്ല, വേറൊരുത്തൻ പറഞ്ഞു. എല്ലാവരും ആർത്ത് ചിരിച്ചു. അപ്പോഴേക്കും സിദ്ധാർത്ഥ് അവിടെ എത്തി. ചേട്ടത്തി അത് പോ. മീര നിറകണ്ണുകളോടെ ഓടിപ്പോയി. സിദ്ധു ലച്ചുവിനെ നേർക്ക് തിരിഞ്ഞു. ലച്ചു, ഇമ്മാതിരി ഊള പരിപാടിക്ക് ഇറങ്ങരുത്.
ഇറങ്ങിയ 8ന്റെ പണി ഞാൻ തരും, ഓർത്തോ. എന്നിട്ട് കൂട്ടുകാരെ തുറപ്പിച്ചു നോക്കാനും അവൻ മറന്നില്ല. സിദ്ധു പോയപ്പോൾ അതിലൊരുവൻ പകയോടുകൂടി നോക്കി നിന്നു. സോറിടാ, അതാ ഈ വീട്ടിലെ താന്തോന്നി ചേട്ടൻ. ഇറ്റ്സ് ഓൾ റൈറ്റ്, നിന്റെ വീടായിപ്പോയി. ഇല്ലെങ്കിൽ ഞങ്ങൾ ആരാണെന്ന് നിന്റെ ചേട്ടൻ മനസ്സിലാക്കിയേനെ. അത് വിട്, എല്ലാവരും വാ, നമുക്ക് ഒരു സിനിമയ്ക്ക് പോവാം, ലച്ചു പറഞ്ഞു. ബാക്കിയുള്ളവരും സമ്മതിക്കുകയും ചെയ്തു. അന്ന് രാത്രി ഏറെ വൈകിയാണ് സിനിമയ്ക്ക് പോയവർ വന്നത്. എല്ലാവരും ഉറക്കമായി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് ലച്ചുവും ലച്ചുവിൻ്റെ 2 കൂട്ടുകാരികളും അവരുടെ മുറിയിലും ബാക്കിയുള്ളവർ അവർക്ക് നൽകിയ മുറികളിലും പോയി. മുറിയിലെത്തിയ പാടെ അതിൽ ഏറ്റവും വലിയ കുരുപ്പായി വരുണിന് ഒരാഗ്രഹം. എടാ, ഞാനിപ്പോൾ വരാം. എവിടാടാ ഈ പാതിരാത്രിക്ക്? എനിക്കൊരു ദാഹം. അതിനതാ ജഗ്ഗിൽ വെള്ളമുണ്ട്. ആ വെള്ളം കുടിച്ചാൽ എൻ്റെ ദാഹം തീരില്ല. നമ്മുടെ നാഗവല്ലി സീതയെപ്പോലെ വനവാസത്തിലല്ലേ, അവളെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് വരാം. എടാ വേണ്ട, വെറുതെ തടി ചീത്താക്കണ്ട. പോരാത്തതിന് നീ നല്ലവണ്ണം കള്ള് വലിച്ചു കയറ്റിയിട്ടുണ്ട്. നീയൊക്കെ പോടാ പേടത്തൊണ്ട. കണ്ടിടത്തോളം അവൾക്കിവിടെ ചോദിക്കാനും പറയാനൊന്നും ആളില്ല. നിങ്ങൾ കിടന്നോ എന്ന് പറഞ്ഞ് വരുൺ അടുക്കള ലക്ഷ്യമാക്കി നടന്നു. അവൻ പതുക്കെ മീരയുടെ മുറിയിലെത്തി. പഴയ വാതിലായതിനാൽ അതിൻ്റെ കുറ്റി ബലമുള്ളതല്ലായിരുന്നു. ആർക്കും നിഷ്പ്രയാസം തള്ളി തുറക്കാം. അവൻ വാതിൽ തള്ളി തുറന്നു. മീരയുടെ സാരി മാറിക്കിടപ്പുണ്ടായിരുന്നു. അവളുടെ നഗ്നമായ അണിവയറിൽ അവൻ ആക്രാന്തത്തോടെ പിടുത്തമിട്ടു. മീര ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. നിലവിളിക്കുമെന്ന് മനസ്സിലാക്കിയ വരുൺ അവളുടെ വായ കൈകൊണ്ട് മൂടി. സകല ശക്തിയുമെടുത്ത് അവൾ കുതറി. എന്നാൽ അവൻ്റെ ശക്തിക്ക് മുന്നിൽ അവൾ പരാജയപ്പെട്ടു. എന്നാൽ തൻ്റെ മാനം കാക്കാൻ അവൾ എന്തും ചെയ്യുമെന്ന മട്ടിലായിരുന്നു. അവളുടെ കാലുകൊണ്ട് അവൻ്റെ മർമ്മസ്ഥാനത്ത് ഒറ്റ ചവിട്ട്. ചവിട്ടിൽ അവൻ്റെ കൈകൾ അഴിഞ്ഞു. മീര അവൻ്റെ കയ്യിൽ ഒറ്റക്കടി. എന്നിട്ട് നിലവിളിച്ചു കൊണ്ടോടി. നിലവിളി കേട്ട് വീട്ടിൽ ലൈറ്റുകൾ പ്രകാശിച്ചു. എല്ലാവരും നിലവിളി കേട്ട ഭാഗത്ത് ഓടി വന്നു. അപ്പോൾ കണ്ട കാഴ്ച, മീര വിയർത്തു കുളിച്ച് മുടിയൊക്കെ അലങ്കോലമായി നിൽക്കുന്നു. വരുൺ ആകെ വിയർത്ത് കരുവാളിച്ച് ആടി നിൽക്കുന്നു. സിദ്ധാർത്ഥ മുന്നിലേക്ക് വന്ന് ചോദിച്ചു, എന്താ മീര, എന്താ പറ്റിയത്? അനിയൻ കുഞ്ഞെ, ഇവനെന്നെ. അവൾ ആർത്ത് കരയാൻ തുടങ്ങി. സിദ്ധു കേട്ട പാതി കേൾക്കാത്ത പാതി വരുണിൻ്റെ കുത്തിന് പിടിച്ചു. അടിക്കാൻ കയ്യോങ്ങിയതും വരുൺ പറഞ്ഞു, ഇവളാണ് എന്നോട് വരാൻ പറഞ്ഞത്. എന്നിട്ട് അവൾ നല്ല പിള്ള ചമയുകയാ. പെട്ടെന്ന് ലച്ചു പറഞ്ഞു, ശരിയായിരിക്കും ചേട്ടാ, ഇവൾ ആദിത്യൻ ചേട്ടൻ്റെ മുറിയിലല്ലേ കിടക്കേണ്ടത്, പിന്നെങ്ങനെ ഇവിടെ വന്നു? സിദ്ധുവിൻ്റെ കൈകൾ താണു. ശരിയാണല്ലോ. എന്തിനാ മീര നീ ഇവിടെ കിടക്കുന്നത്? ആദിത്യൻ ഒരു ഭാവഭേദവും ഇല്ലാതെ നിൽക്കുന്നു. എന്താടാ ആദിത്യ ഇതിനൊക്കെ അർത്ഥം? അച്ഛൻ ചോദിച്ചു. അപ്പോൾ ലളിതാമ്മ ഇടയിൽ കയറി ചോദിച്ചു, നിങ്ങൾ എന്താ മനുഷ്യ ഒന്നും അറിയാത്ത പോലെ? അവൻ ജോലി കഴിഞ്ഞ് തളർന്നുറങ്ങി കാണും. ആ തക്കത്തിന് ഇവളെ അന്വേഷിച്ചു വന്നതല്ലേ? ആട്ടെ പിടിച്ച മെത്തയിലിട്ടാ അത് കിടക്കത്തില്ല. അവളുടെ ഒരു കൊള്ള ലക്ഷണം കണ്ടില്ലേ? അമ്മ നിർത്തുന്നുണ്ടോ? ഇത്രയും വർഷം ഇവിടെ കഴിഞ്ഞവൾ, അവളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്തേ കഴിയാത്തത്? അവൾ അങ്ങനെയുള്ള പെണ്ണല്ല. സത്യം പറ മീര, എന്താ ഇവിടെ ഉണ്ടായേ? നീ ഇവിടെയാണോ കിടക്കുന്നത്? സത്യം പറ. ഞാൻ ഇവിടെ കുഞ്ഞെ കിടക്കുന്നത്. ആദ്യത്തെ കുഞ്ഞിന് എന്നെ കാണുന്നതേ വെറുപ്പാ. എന്നെ ആട്ടിപ്പായിച്ചു. അതിലെനിക്ക് ഒരു സങ്കടമില്ല. പക്ഷേ ഇന്നത്തെ ഈ സംഭവം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. മാനം വിറ്റ് ജീവിക്കേണ്ടി വന്ന ഈ മീര തന്നെ അങ്ങ് ഇല്ലാണ്ടാവും. അവൾ പൊട്ടി പൊട്ടി കരഞ്ഞു. ഇവിടെ നാട്ടിലുള്ള ആണൊരുത്തനുണ്ടടാ, സത്യം പറഞ്ഞു. ഇല്ലെങ്കിൽ. സിദ്ധുവിൻ്റെ കണ്ണുകൾ ചുവന്നു. അവൻ വരുണിൻ്റെ കാരണം പുകച്ചു. അവൻ കറങ്ങി ഭിത്തിയിൽ തലയിടിച്ചു വീണു. അവൻ്റെ തലയിലെ കിളികൾ പാറി പറന്നു. സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ഇഴഞ്ഞ് നിന്റെ വീട്ടിൽ പോകൂ. സോറി ഏട്ടാ, തെറ്റുപറ്റിപ്പോയി. ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം. പെട്ടിയും കിടക്കുകയും എടുത്ത് നിന്റെ എല്ലാ കച്ചറ കൂട്ടുകാരെയും ഇവിടെ കൊണ്ടുപോകരുത്. ഇതെല്ലാം കണ്ടതിന് ശേഷം ആദിത്യൻ പോകാൻ തുടങ്ങുമ്പോൾ, ഹേയ് മിസ്റ്റർ വക്കീൽ ചേട്ടൻ, താനൊന്ന് നിന്നേ. തൻ്റെ നട്ടലിന് ഉറപ്പുണ്ടോ? ഈ ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലായി. ഒന്നുമില്ലെങ്കിലും താൻ കെട്ടിയ താലിയല്ലേ ചേട്ടത്തിയുടെ കഴുത്തിൽ കിടക്കുന്നത്. അതൊരു ആണിൻ്റെ സുരക്ഷിതത്വമാണ്. ഇത്രയ്ക്ക് അധപ്പതിക്കരുത്. ശരിയാ സിദ്ധു പറഞ്ഞത്. മീരമോളെ, ഇനി നീ ആദിയുടെ മുറിയിൽ കിടന്നാൽ മതി. നിങ്ങൾ എന്താ പറയണത്? ഈ അടുക്കളക്കാരിയോ? നീ മിണ്ടരുത്. നിന്റെ കാരണം പോയിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. മക്കളുടെ മുമ്പിൽ ഭാര്യയെ തല്ലുന്നത് ആത്മാഭിമാനമുള്ള ഭർത്താവിന് ചേർന്നതല്ല. ഈ അടുക്കളക്കാരിയെ നീ തന്നെയല്ലേ നിന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്? മോള് ചെല്ലേ. മീര ആദിക്കൊപ്പം മുറിയിലോട്ട് വിറച്ചു പോയി. ഒന്ന് നിന്നേ ലച്ചു, സിദ്ധാർത്ഥ് വിളിച്ചു. ദാ ഇമ്മാതിരി പേപ്പട്ടികളോടത്ത് ഇനി നിന്നെ കണ്ട എൻ്റെ കൈയുടെ തരിപ്പ് നീ അറിയും, സൂക്ഷിച്ചോ. അവൾ കണ്ണുരുട്ടി നോക്കിയതിന് ശേഷം മുറിയിലേക്ക് പോയി. ആദിത്യൻ്റെ മുറിയിൽ. ദാ നിന്റെ കീറപ്പായം കൊണ്ട് ആ മൂലയ്ക്ക് എങ്ങാനും കിടന്നോളണം. അവൾ ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടി.
ആദിത്യൻ AC ഹൈക്കൂളിലിട്ടു. ബ്ലാങ്കറ്റ് മൂടി കിടന്നുറക്കമായി. മീര തണുത്തു വിറച്ച് തണുത്ത തറയിൽ സങ്കടങ്ങൾ മനസ്സിലിട്ട് ആ രാത്രി വെളുപ്പിച്ചു. സിദ്ധാർത്ഥിന് മീരയുടെയും ആദിത്യൻ്റെയും ദാമ്പത്യ ജീവിതം അത്ര രസത്തിലല്ല എന്ന് മനസ്സിലായി. ഇപ്പോഴും തന്നെ മീര കന്യകയായി തുടരുന്നു. അവൻ്റെ മനസ്സിൽ നിന്ന് മീരയെ പടിയിറക്കാൻ തയ്യാറല്ലായിരുന്നു. ഏതോ ഒരു കോണിൽ അവൻ്റെ പ്രതീക്ഷകൾ പുൽനാമ്പ് നീട്ടി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. മീര തന്നെ ഭാര്യ പദവി മറന്ന് അവിടുത്തെ ജോലികളിൽ മുഴുകി. എന്തെങ്കിലും തന്നെ കഴുത്തിലെ താലിയുടെ അവകാശി തന്നെ ഭാര്യയായി അംഗീകരിക്കും എന്ന് തന്നെ മനസ്സിന് പ്രതീക്ഷ നൽകി. ഒരു ദിവസം ഏറെ വൈകിട്ടും ആദിത്യം വന്നില്ല. എല്ലാവരും ഉറക്കമായി. എന്നാൽ മീരയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ പടിവാതിൽക്കൽ കാത്തു നിന്നു. എന്തു പറഞ്ഞാലും അയാൾ തൻ്റെ ഭർത്താവാണ്. അദ്ദേഹം എൻ്റെ ജീവനും ജീവിതവുമാണ്. ഒരാപത്തും വരാതെ കാത്തോളണേ, അവൾ ആത്മഗതം പറഞ്ഞു. അപ്പോഴേക്കും ആദിത്യൻ്റെ കാറ് മുറ്റത്തെത്തിയിരുന്നു. പതിവില്ലാതെ ആദിത്യൻ മദ്യം കഴിച്ചിരുന്നു. പടിവാതിലിൽ എത്തിയതും വീഴാൻ പോയ ആദിത്യനെ മീര പിടിച്ചു. ആരടി നീ? എൻ്റെ ഭാര്യ കളിക്കാൻ വന്ന എൻ്റെ ചാവട്ടി എല്ലടിക്കും കേട്ടോടി അടുക്കളക്കാരി ഭാര്യയെ. തപ്പിത്തടഞ്ഞ് അവൻ റൂമിലെത്തി. കൂടെ മീരയും. വന്നപാടെ കട്ടിലിൽ ദാ കിടക്കുന്നു. ആ കിടപ്പ് കണ്ട മീര അവൻ്റെ ഷൂസും ഷോക്സും അഴിച്ച് എങ്ങനെയെങ്കിലും കോട്ടും ഒഴിച്ച് നേരെ കിടത്താൻ ഒരുങ്ങിയതും അവൻ മീരയെ പിടിച്ച് നെഞ്ചിലേക്കിട്ടു. കാണാൻ കാര്യവണ്ടാണെങ്കിലും നീ 1.5 പീസാ. അതല്ലേ നിന്നെ കയറി പിടിക്കാൻ ആ ചിക്കൻ വന്നത്. മീര ആവുന്നത്ര അവനിൽ നിന്ന് കുതറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവൻ്റെ കരവലയത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവളിലെ സ്ത്രീത്വത്തെ അവൻ നുകർന്നു കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് രാവിലെ കണ്ണു തുറക്കുമ്പോൾ മീര ആദിത്യൻ്റെ നെഞ്ചിലാണ് കിടന്നിരുന്നത്. ശരീരമാസകലം നുറുകുന്ന വേദനയായിരുന്നു. അവളുടെ സാരിയും ബ്ലൗസും പല കോണുകളിലായി ചിന്നിച്ചേറി കിടപ്പുണ്ടായിരുന്നു. അവൾ വേഗം അതെല്ലാം എടുത്ത് ബാത്റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി വന്നു. അവൾ ആദിത്യൻ്റെ മുഖത്ത് ആദ്യമായി ഒന്ന് നോക്കി. ഉറങ്ങിക്കിടന്ന ആദിയുടെ നെറ്റിയിൽ ചുംബിച്ചു. പെട്ടെന്ന് ആദി കണ്ണു തുറന്ന് തൻ്റെ അരികിൽ മീരയെ കണ്ടതും ഒറ്റത്തള്ള്. ഛേ, മാറിപ്പോ നാശം, നിനക്ക് നാണമില്ലേ? അവൻ തലയിൽ കൈവച്ച് എന്തൊക്കെയോ നടക്കാൻ പാടില്ലാത്തത് നടന്നുവെന്ന് അവന് തോന്നി. തറയിൽ തെറിച്ചു വീണ മീര കണ്ണുകൾ തുടച്ചു മുറിയിൽ നിന്നിറങ്ങി. അവളുടെ മനസ്സിൽ എവിടെയോ നാമിട്ട പ്രതീക്ഷയ്ക്ക് തിരശീല വീണു. ബാംഗ്ലൂർക്ക് പോകാനുള്ള സിദ്ധാർത്ഥിൻ്റെ തീരുമാനം 1 മാസം കൂടി നീട്ടിവെച്ചു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞുപോയി. അടുക്കളയിൽ ജാനുവിൻ്റെ നിലവിളി. അയ്യോ കൊച്ചുമ്മേ, ഓടി വായോ മീരക്കുഞ്ഞ്! എല്ലാവരും നിലവിളി കേട്ട ഭാഗത്തേക്ക് ഓടി. മീര നിലത്ത് തളർന്നു കിടക്കുന്നു. പെട്ടെന്ന് സിദ്ധു കുറച്ച് വെള്ളമെടുത്ത് മുഖത്ത് തളിച്ചു. അവൾ കണ്ണു തുറന്നു. പെട്ടെന്ന് ഡോക്ടറെ വിളിപ്പിച്ചു. ഡോക്ടർ വന്ന് പരിശോധിച്ചു. ലളിത അമ്മയെ വിളിപ്പിച്ചു. കൺഗ്രാജുലേഷൻ, മീര പ്രഗ്നൻ്റ് ആണ്. എന്ത്? അങ്ങനെ ആവാൻ സാധ്യതയില്ല. ലളിത ഓടി ആദിത്യൻ്റെ അടുത്തെത്തി. ആദിത്യ, നീ കുടുംബത്തെ ചതിച്ചല്ലോ. എന്താ അമ്മ? ഒന്നും നിനക്കറിയില്ലേ? മീര ഗർഭിണിയാണ്. ഓ മൈ ഗോഡ്, എനിക്ക് മദ്യലഹരിയിൽ. ഇനി വന്നത് വന്നു. നീ ആരോടും പറയണ്ട. ഇത് അവിഹിത ഗർഭമാണെന്ന് പറഞ്ഞു പരത്താം. നീ കൂടെ നിന്നാ മതി, വാ. അവർ അവരുടെ അടുത്തേക്ക് ചെന്നു. ഡോക്ടറിനെ പറഞ്ഞു വിട്ടു. ലളിത മീരയെ വിളിച്ചു. മീര, സത്യം പറഞ്ഞോ, ഈ കുഞ്ഞിൻ്റെ ഉത്തരവാദി ആരാ? മീര ഞെട്ടിത്തരിച്ചു നിന്നു. അവൾ ദയനീയമായി ആദിത്യനെ നോക്കി. അവൻ ഒരു ഭാവഭേദവുമില്ലാതെ നിന്നു. ഇത് കേട്ട സിദ്ധു, എന്താ അമ്മായി പറയുന്നത്? അവൾ വിവാഹിതയാ. ഉത്തരവാദി അവളുടെ ഭർത്താവല്ലേ? ആദ്യേട്ടാ, നിനക്കൊന്നും പറയാനില്ലേ? ഇവളെ ഞാൻ എൻ്റെ ഭാര്യയെ കണ്ടിട്ടില്ല. ഇവളെ ഞാൻ തൊട്ടിട്ട് കൂടിയില്ല. പിന്നെ അവൾക്ക് ദിവ്യഗർഭമാകും. അവൻ പുച്ഛച്ചിരി ചിരിച്ചു. ഡാ, ആദ്യ ചേട്ടാന്ന് വിളിച്ച നാവുകൊണ്ട് വേറെ ഒന്നും വിളിപ്പിക്കരുത്. നീ എന്തിനാ സിദ്ധു അവൻ്റെ മേക്കിട്ട് കയറുന്നത്? ആ വരണിനെ അടുക്കളയിൽ കണ്ടപ്പോഴേ ഇവളെ എനിക്ക് സംശയമാണ്. പിന്നെ നിന്നെയും, നീ ഇവൾക്ക് വേണ്ടി വാദിക്കുന്നുണ്ടല്ലോ, ലളിത സാമട്ടിൽ പറഞ്ഞു. ഇതെല്ലാം കേട്ട് മീര പൊട്ടി പൊട്ടി കരഞ്ഞു. അച്ഛൻ അടുത്തു വന്ന് ചോദിച്ചു. മോളെ പറയൂ, സത്യം നിനക്ക് മാത്രമേ അറിയൂ. സ്വന്തം കുഞ്ഞിനെ അച്ഛൻ തന്നെ നിഷേധിച്ചപ്പോൾ മീര തൻ്റെ മനസ്സിൽ നിന്ന് തന്നെ ആദ്യം പടിയിറക്കിയിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ നിർജീവമായി നിന്നു. അല്ലേലും ഇവൾ മിണ്ടില്ല അച്ഛാ, ഇവൾ വിളഞ്ഞ വിത്ത. മീരയുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കിയ സിദ്ധാർത്ഥ്, മതി നിർത്ത്. കഴുകനെ പോലെ ആ പാവത്തിനെ കൊത്തി വലിച്ചത്. അവളുടെ വയറ്റിലുള്ള കുഞ്ഞിന് അച്ഛനുണ്ട്, അത് ഞാനാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നീ അവളെ രക്ഷിക്കാൻ പറയുന്നതല്ലേ? ഇല്ലമ്മ, സത്യ, അത് ഞാനാ. മീര, വാ, ഇനി ഇവിടെ നിൽക്കണ്ട. ഇവർക്കൊക്കെ നീ ഒരു കളിപ്പാവ മാത്രമാ. മീരയ്ക്ക് മറുത്തൊന്നും പറയാൻ തോന്നിയില്ല. അവൾ സിദ്ധുവിൻ്റെ കൂടെ പോയി. ബാംഗ്ലൂർക്ക് പോകാനുള്ള 2 ടിക്കറ്റും ബുക്ക് ചെയ്തു. അവർ ബാംഗ്ലൂർ എത്തി. അവിടെ സിദ്ധുവിൻ്റെ കൂട്ടുകാർ ഉണ്ടായിരുന്നു. അവരോട് സിദ്ധു കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. മുറിയിലെത്തിയപ്പോൾ മീരയോട് ഫ്രഷ് ആവാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. അവൻ അവിടെ ഒരു ജോലിക്കാര്യം ശരിയാക്കിയിരുന്നു. മീരയുടെ സഹായത്തിനായി സിദ്ധുവിൻ്റെ കൂട്ടുകാരി ജ്യോതി കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അന്ന് രാത്രി ആ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ മീര നിൽക്കുകയാണ്.
നാട്ടിൻപുറത്തെ കാഴ്ചകളിൽ നിന്ന് വിഭിന്നമായി അമ്പരചുംബികളായ കെട്ടിടങ്ങളും വാഹനങ്ങളും തൻ്റെ ജീവിതം പുതിയൊരു പറിച്ചു നടലിന് പ്രാപ്തമായിരിക്കുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്ന് സിദ്ധുവിൻ്റെ മുരടനക്കി. അവൾ കുറച്ചു മാറി നിന്നു. എന്താ മീര, എന്നോട് ദേഷ്യമാണോ? എനിക്കോ? അനിയൻ കുഞ്ഞ് എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാൻ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറഞ്ഞതിൽ. അവൾ വരണ്ട ഒരു ചിരി ചിരിച്ചു. എന്നിട്ട് അവൾ വിദൂരതയിൽ നോക്കി ചോദിച്ചു, എനിക്ക് ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോ അനിയൻ കുഞ്ഞെ? ജോലിയോ? അത് വേണ്ട. ഇപ്പോഴും നീ എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ രാജകുമാരിയായി. നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കട്ടെ. അനിയൻ കുഞ്ഞ് എന്താ പറയുന്നേ? ഒരാൾ ചവച്ചു തുപ്പി എച്ചിലാണ് ഞാൻ. പോരാത്തതിന് ഒരു ഭാര്യയും. അദ്ദേഹം എൻ്റെ കുഞ്ഞിന് വേണ്ടായിരിക്കും, പക്ഷേ അവനെ ഞാൻ വളർത്തും. അനിയൻ കുഞ്ഞിൻ്റെ മനസ്സ് നല്ലതാ. എന്നെക്കാളും നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. എൻ്റെ പെണ്ണ് നീ മാത്രമായിരിക്കും ഈ ജീവിതത്തിൽ. അവൻ അതും പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോയി. അവൾ അവനെ നിർവികാരമായി നോക്കി നിന്നു. അങ്ങനെ മാസങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയി. അവളുടെ ഇഷ്ടത്തിനുള്ള ഭക്ഷണവും അവളുടെ ആവശ്യങ്ങളും ഒരു കുറവും കൂടാതെ ചെയ്തു. മീരയുടെ മനസ്സിൽ ഇപ്പോൾ കുഞ്ഞ് മാത്രമായിരുന്നു. എന്നാലും അവൾ സിദ്ധാർത്ഥിനോട് പഴയ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. സിദ്ധു തൻ്റെ പ്രതീക്ഷകൾ കൈവിടിയാതെ തൻ്റെ കടമകൾ നിറവേറ്റി. ആ ശുഭദിനം വന്നെത്തി. ലേബർ റൂമിൻ്റെ കവാടം സിദ്ധുവും കൂട്ടുകാരും അക്ഷമയോടെ കാത്തിരുന്നു. ഉടനെ ഒരു നഴ്സ് വന്നു, കയ്യിൽ ഒരു കുഞ്ഞ്. മീരയുടെ കൂടെയുള്ളവർ? അവൻ ഓടിക്കിതച്ചു ചെന്നു. സിസ്റ്റർ. ആൺകുട്ടിയാ. കുഞ്ഞിനെ കയ്യിൽ വാങ്ങുമ്പോൾ അവൻ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. എൻ്റെ മോൻ, എൻ്റെ കുഞ്ഞ്. അവൻ നെഞ്ചോട് ചേർത്തു, നെറ്റിയിൽ ഉമ്മ നൽകി. തൻ്റെ ചേട്ടൻ ആദിത്യനുമായി സാദൃശ്യമുള്ള മുഖം. അല്ല, ആദ്യ തന്നെ, അവൻ ആത്മഗതം പറഞ്ഞു. അങ്ങനെ ചിരികളികളും മേളങ്ങളുമായി 3 മാസങ്ങൾ പിന്നിട്ടു. സിദ്ധുവിൻ്റെ കൂട്ടുകാർ ഏതാവശ്യത്തിനും ഇടം വലമുണ്ടായിരുന്നു. ഇതിനിടയിൽ നാട്ടിൽ നിന്നുള്ള ഡിവോഴ്സ് പേപ്പർ മീര കൈപ്പറ്റി. തന്നെയും കുഞ്ഞിനെയും വേണ്ടാത്തവനെ തനിക്കും വേണ്ട എന്ന് തീരുമാനമെടുത്ത് മ്യൂച്വൽ ഡിവോഴ്സിന് സൈൻ നൽകി. അങ്ങനെ ആ ബന്ധം പിരിഞ്ഞു. നാട്ടിൽ ആദിത്യൻ തൻ്റെ നിലയ്ക്കും സൗന്ദര്യത്തിനും പറ്റിയ ധനികയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. മീര പഴയ കാര്യങ്ങൾ പലതും മറന്നു തുടങ്ങിയിരുന്നു. തനിക്ക് തൻ്റെ കുഞ്ഞിനും മാത്രമായി ജീവിക്കുന്നു. സിദ്ധുവിനൊപ്പം ജീവിക്കാൻ തുടങ്ങി. കാലങ്ങൾ കൊഴിഞ്ഞു വീണു. കുഞ്ഞിന് 5 വയസ്സ് പൂർത്തിയായി. ഇതിനിടയിൽ സിദ്ധുവിൻ്റെ പെങ്ങൾ മഹാലക്ഷ്മി വിവാഹം കഴിച്ചു. അവൾ അമേരിക്കയിലാണ്. സിദ്ധുവിൻ്റെ അച്ഛൻ മരണപ്പെട്ടു. മോനെ, അപ്പുട്ടാ, അവിടെ നിൽക്ക്. ഇതുകൂടി കഴിക്കടാ, അമ്മയ്ക്ക് ജോലിയുണ്ട്. ഏണ്ട സിദ്ധു അച്ഛൻ തന്നാതി. അപ്പൂ, നിനക്ക് കുറുമ്പ് ഒത്തിരി കൂടുന്നുണ്ടേ. എന്താ ഇവിടെ അമ്മയും മോനും? നോക്ക് സിദ്ധുവേട്ടാ, ഒരു ഉരുള ചോറ് കൊടുക്കാൻ ഈ വീട് മൊത്തത്തിൽ ഓടിച്ചു. അച്ഛൻ മോനെ വഷളത്തരം പഠിപ്പിക്കുന്നുണ്ട്. അത് ഞങ്ങൾ സഹിച്ചു. വാടാ കൂട്ടാ, അച്ഛൻ്റെ അപ്പൂട്ടന് ചോക്ലേറ്റ്. ഹായ്, അച്ഛൻ സൂപ്പറാ. മീരയുടെ മുഖത്ത് നോക്കി കൊഞ്ഞിനും കാട്ടാനും മറന്നില്ല. മീര, നാട്ടിൽ നിന്ന് ഫോൺ വന്നിരുന്നു. അമ്മയ്ക്ക് തീരെ സുഖമില്ല. നമ്മളെ കാണണമെന്നാ പറയുന്നത്. നമുക്ക് പോകാം. അങ്ങനെ അവർ നാട്ടിലേക്ക് തിരിച്ചു. നാട്ടിലെത്തി വീടാകെ മാറിപ്പോയിരിക്കുന്നു. ലളിത കിടപ്പിലാണ്. ഒരു ഹോം നഴ്സിനെ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടാലറിയാം, കാശിന് മാത്രം വന്ന ഒരുവൾ. അമ്മ, എന്താ ഇവിടെ? ആരുമില്ലേ? ഏട്ടത്തിയേട്ടനും? സിദ്ധു മോനെ, നീ വരില്ല എന്നാ കരുതിയത്. എന്തായാലും എൻ്റെ കണ്ണടയും മുമ്പ് വന്നല്ലോ. മോളെ മീര, നീ എന്നോട് ക്ഷമിക്കും മോളെ. ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്തതാ ഞാനും ആദ്യം ചെയ്തത്. എൻ്റെ പേരക്കുട്ടി എവിടെ? സിദ്ധു അപ്പൂട്ടനെ അമ്മയ്ക്കരികിലിരുത്തി. അച്ഛമ്മയുടെ മോനെ, എന്താ എൻ്റെ കുഞ്ഞിൻ്റെ പേര്? അപ്പൂട്ടൻ. നെച്ചറിൽ ചോദിച്ചെന്ന് വിളിച്ചു. അച്ഛമ്മയുടെ മോൻ മിടുക്കനാണല്ലോ. അമ്മ, ചേട്ടനും ചേട്ടത്തിയും ഒന്നും പറയണ്ട. മീര മോളുടെ ശാപമായിരിക്കും. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 1 വർഷം കുഴപ്പമില്ലായിരുന്നു. പിന്നെ വഴക്കും അടിയും. ഒന്നും പറയണ്ട. ആദിയുടെ വാക്കിന് പുല്ല വിലയാ അവൾക്ക്. അവളുടെ ആൺ സുഹൃത്തുക്കളുമായി കൂത്താടി നടക്കും. അതിനുള്ള കാശ് അവളുടെ അച്ഛൻ്റെ പക്കലുണ്ട്. ആദിക്ക് കേസുകളൊക്കെ കുറഞ്ഞു തുടങ്ങി. അവൾ മറ്റൊരുവൻ്റെ കൂടെ പോയി. ഇപ്പോൾ എൻ്റെ കുഞ്ഞ് ഏത് നേരവും കുടിച്ച് എല്ലാം മറന്ന് പിച്ചും പേയും പറഞ്ഞ് മുറിക്കുള്ളിലാ. ലളിതാമ്മ, ജാനുവേട്ടത്തി? അവൾ അടുക്കളയിൽ കാണും. ഞാനൊന്ന് ചെല്ലട്ടെ. മീര ജാനുവിൻ്റെ അരികിലെത്തി. ജാനുവേട്ടത്തി? മീര കുഞ്ഞേ, ആളാകെ മാറിയല്ലോ. ഇപ്പോൾ സുന്ദരിയായിട്ടുണ്ട്. ഒന്ന് പോട്ടത്തി. കുഞ്ഞ് പോയേ പിന്നെ ഇവിടെയുള്ളവർക്കൊക്കെ കഷ്ടകാലമാണ്. ഒന്നും പറയണ്ട. മഹാലക്ഷ്മി കുഞ്ഞ് വരാറുണ്ടോ? എവിടെന്ന്? അത് പണ്ടേ അഹങ്കാരിയാ. ഇപ്പോൾ കൂടിയതേ ഉള്ളൂ. ഇവിടെ വന്ന അവളുടെ സ്റ്റാറ്റസിന് കുറവ് വരും പോലും. ഇതിനിടയിൽ കോടിപ്പടികൾ ഇറങ്ങി വരികയായിരുന്നു ആദി. ആകെ ക്ഷീണിച്ച് എല്ലും തോലുമായ കോലം. ആ കണ്ണുകൾ കണ്ടാൽ
അറിയാം, ഉറങ്ങിയിട്ട് ദിവസങ്ങളായിന്ന്. പെട്ടെന്ന് ആദിയുടെ കണ്ണുകൾ കുഞ്ഞ് അപ്പൂട്ടനിൽ ഉടക്കി. തന്നെ ഒപ്പി വച്ചിരിക്കുന്ന പോലെ. കൂടെ ചായയുമായി വരുന്ന മീര. ബോധത്തോടല്ലെങ്കിലും താൻ ആദ്യം അറിഞ്ഞ പെണ്ണ്. ആദിയുടെ കാലുകൾക്ക് ശക്തി കുറഞ്ഞതുപോലെ തോന്നി. കണ്ണുകൾ ഇരുണ്ടുവന്നു. ആദി ഉരുണ്ടുരുണ്ട് താഴെ വീണു. മീരയുടെ കയ്യിലെ ചായയും ട്രേയും താഴെ വീണു. സിദ്ധു ഓടിച്ചെന്ന് ആദിയുടെ തല സിദ്ധുവിൻ്റെ മടിയിൽ വെച്ചു. സിദ്ധു, നീയാ ശരി, നീ മാത്രമാ ശരി. എനിക്ക് വെള്ളം. മീര വെള്ളവുമായി ഓടി വന്നു. മീര വെള്ളം ഇറ്റിച്ചു നൽകി. അടുത്ത് അപ്പവും അവൻ്റെ തലയിൽ തലോടി. എന്നോട് ക്ഷമിക്ക് മീര. നിന്നിലെ നന്മ എന്ന സൗന്ദര്യം ഞാൻ അറിയാതെ പോയി. പൊടുന്നനെ ആദി ചോര ഛർദ്ദിച്ചു. പിന്നീട് ആ ശരീരത്തിൽ അവശേഷിച്ച ജീവനും നഷ്ടമായി. മാസങ്ങൾ കഴിഞ്ഞു. ലളിതാമ്മയുടെ എല്ലാ കാര്യങ്ങളും മീര സ്വന്തം അമ്മയെ നോക്കുന്ന പോലെ നോക്കി. മകൻ്റെ വേർപാടിൽ മനം നൊന്ന് അവരും പരലോകത്തേക്ക് യാത്രയായി. മീര അപ്പുവിന് കഥകൾ പറഞ്ഞുകൊടുത്ത് കുളക്കടവിലിരിക്കുകയായിരുന്നു. അവിടേക്ക് സിദ്ധു വന്നു. എന്താ അമ്മയും മോനും കൂടി? ഒന്നുമില്ല, ഞങ്ങൾ കഥ പറയുകയായിരുന്നു. അല്ലേ അപ്പു? സിദ്ധു ഏട്ടാ. എന്താ എൻ്റെ മത്തങ്ങക്കണ്ണി? സിദ്ധു ഏട്ടൻ എന്നെ അനുകമ്പയുടെ പുറത്താണോ എന്നെ സ്നേഹിച്ചത്? അതോ? സിദ്ധു അവളുടെ തോളിൽ കൈയിട്ട് കൽപ്പടവിലിരുന്നു. എൻ്റെ മോളെ, നീ എൻ്റെ ചെറുപ്പത്തിലേ മനസ്സിൽ കൂടുകൂട്ടിയ തത്തയാ. നിന്നെ കണ്ടപ്പോൾ തൊട്ട് ആരോ എൻ്റെ മനസ്സിൽ മന്ത്രിച്ചു, നീ എൻ്റെ പെണ്ണാണെന്ന്, നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന്. നമുക്ക് നമ്മുടെ ആ പഴയ പ്രതാപം വീണ്ടെടുക്കണ്ടേ സിദ്ധുവേട്ടാ? വേണം. അച്ഛൻ്റെ ബിസിനസ് പഴയതിനേക്കാൾ മികവോടെ പുനർജനിപ്പിക്കണം. പുതിയ തീരുമാനങ്ങളോടും സ്വപ്നങ്ങളും നെയ്ത് സിദ്ധുവിൻ്റെയും മീരയുടെയും ജീവിതയാത്ര ഇവിടെ തുടങ്ങുന്നു. ശുഭം. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് നൽകാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.